തെരഞ്ഞെടുപ്പിലെ വീഴ്ച തുറന്നു പറഞ്ഞ് പി രാജീവ് LDF അല്ലാതെ മറ്റാര് എന്ന മുദ്രാവാക്യത്തിൽ പോലും പാളിച്ചയുണ്ടായി. LDF മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ പാർട്ടിക്കെതിരായ മറ്റൊരു ബോധം രൂപപ്പെടുത്തി. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സാങ്കേതികത്വം നോക്കാതെ നടപടിയെടുത്തു പോകണമായിരുന്നു. അനുഭവത്തിൽ നിന്ന് ഭാവിയിൽ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്ന് മനസ്സിലായെന്ന് മലപ്പുറത്ത് നടന്ന EMS സ്മൃതി സെമിനാറിൽ നടന്ന ചർച്ചയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഏറ്റുപറച്ചിൽ. സംഭാഷണം ആദ്യം കേൾക്കാം. ഇന്നലകളുടെ തനിയാവർത്തനങ്ങൾ കൊണ്ട് ഇന്നിന്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. ഇന്നിനെ മനസ്സിലാക്കണം, ഇന്നിന് പറ്റുന്ന രൂപങ്ങൾ ആവിഷ്കരിക്കണം, ഇന്നിന് പറ്റുന്ന പാർട്ടിയായി മാറണം. എങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ് അത് നേരത്തെ തന്നെ വ്യക്തമാക്കി. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുമെങ്കിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം, ഈ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ പോയിട്ട് അൺഡു ചെയ്യാൻ പറ്റില്ല. ഇനി വീണ്ടും അങ്ങോട്ട് പോയിട്ട് അത് പറ്റില്ല. ഈ അനുഭവത്തിൽ നിന്ന് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെടണമെന്ന് ഒരു ധാരണ ഉണ്ടാക്കുക. ശബരിമലയുടെ പ്രശ്നം, അതിൽ നമ്മൾ നടപടിയെടുക്കും. അതിൽ വീഴ്ച സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളെല്ലാം നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അവസാന 5 വർഷത്തിൽ കേരളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നല്ല പരാജയം വന്നിട്ടും പാർട്ടി എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നുള്ളത് തെറ്റാണ്. പരിശോധിച്ചു, മറികടക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. പക്ഷേ ഈ വികസനവും അതിന്റെ ഭാഗമായി മിക്കവാറും നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നൊരു ചിന്ത ഞങ്ങൾക്കും നേതൃത്വത്തിനും ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ നമുക്കത് മറികടക്കാൻ കഴിയാതെ പോയി. ശ്രമങ്ങൾ വന്നെങ്കിലും മറികടക്കാൻ കഴിയാതെ പോയി എന്നാണ് കണ്ടിട്ടുള്ളത്. ശാന്തകുമാർ വെള്ളാലത്ത് ചേർന്നു വിവരങ്ങളുമായി. ശാന്തകുമാർ, ഈ ഏറ്റുപറച്ചിലും വീഴ്ച തുറന്ന് സമ്മതിക്കലും ഒക്കെ നമുക്ക് തന്നെ ഒരു ശീലമായിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള ആബാലവൃദ്ധം ജനങ്ങൾക്കും ഒരു ശീലമായിരിക്കുന്നു. പക്ഷേ ഇതിൽ തിരുത്തലാണല്ലോ പ്രധാനം. ഇത്തരം കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്ന് പറയുമ്പോഴും ഇപ്പോഴും പത്മകുമാറിന് സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ശബരിമല വിഷയത്തിൽ കൃത്യമായ നടപടിയെടുക്കാത്തത് തിരിച്ചടിച്ചു, ആ സാങ്കേതികത്വം പറഞ്ഞ് നടപടിയെടുക്കാത്തത് തിരിച്ചടിച്ചു എന്ന് വീഴ്ച തുറന്ന് സമ്മതിക്കുമ്പോഴും ഇപ്പോഴും അതിൽ കടുത്ത നടപടികളിലൊക്കെ ഒന്നും കടക്കാതെ ഇപ്പോഴും സാങ്കേതികത്വം പറയാണ്. കുറ്റപത്രം വരട്ടെ, അതിൽ വലിയ കുറ്റങ്ങൾ ഇല്ലെങ്കിൽ അപ്പോൾ പിന്നെ നമ്മൾ അദ്ദേഹത്തെ പുറത്താക്കിയതിൽ കാര്യമില്ലാതാവും. വലിയ കുറ്റം ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ പാർട്ടി അപ്പോൾ പരിശോധിച്ച് നടപടിയെടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ട്രെൻഡ് പോലെ കാണാം. ശ്യാമിലി, തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കുകയും അതിന് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകുന്നതൊക്കെ പതിവാണ്. പക്ഷേ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനുവടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം വലിയ പരാജയം നേരിട്ട ഒരു മുന്നണിയാണ് LDF, പ്രത്യേകിച്ച് CPM. അവർക്കുണ്ടായ ഈ പരാജയത്തിന് കാരണം എന്താണ് എന്നുള്ളത് ഈ അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള പരാജയം കൂടി ഏറ്റപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പി രാജീവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പൊതുമണ്ഡലങ്ങളിൽ ആകെ ചർച്ച ചെയ്ത വിഷയങ്ങൾ എല്ലാമായിരുന്നു ഇവയെല്ലാം. അത് ഈ SIR വിഷയമുണ്ട്, ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷയമുണ്ട്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയമുണ്ട്. ഈ കാര്യത്തിലെല്ലാം CPM എടുത്ത നിലപാട് എന്തായിരുന്നു എന്നുള്ളത് പൊതുമണ്ഡലത്തിൽ ആകെ ചർച്ച ചെയ്താണ്. ആ ചർച്ച ചെയ്തത് പക്ഷേ അവയ്ക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ വോട്ട് ലഭിക്കുമെന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് ഇടതുപക്ഷവും CPM-ഉം എല്ലാം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രചരണത്തിന് മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തത്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ മുദ്രാവാക്യം ഉൾപ്പെടെ പാളി എന്നുള്ളതാണ് ഇപ്പോൾ പി രാജീവ് പറയുന്നത്. പി രാജീവ് ഒരു മുതിർന്ന നേതാവാണ്, കഴിഞ്ഞ മന്ത്രിസഭയിലെ അംഗമാണ്. അങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച ഒരു മുതിർന്ന നേതാവ് തന്നെ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ CPM-നകത്ത് തന്നെ ഇത് വലിയ തോതിലുള്ള ചർച്ചയ്ക്കും ഒരു പുനർവിചിന്തനത്തിനും വഴിവെക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം CPM ഇത്തരം കാര്യങ്ങളെല്ലാം തെറ്റുതിരുത്തി മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ ആ തെറ്റുതിരുത്തി മുന്നോട്ട് പോകുമ്പോഴും അവയ്ക്കെല്ലാം ഒരു വേണ്ട രീതിയിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ വേണ്ട രീതിയിലേക്ക് അവ കടന്നിട്ടുണ്ടോ എന്നുള്ളത് പിന്നീട് ഒരു പുനഃപരിശോധന ഉണ്ടാവാറുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മളത് കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം, ഒരു പൊതു അഭിപ്രായം പറയുമ്പോൾ, പി രാജീവ് പറയുമ്പോൾ
CPM എന്തായാലും ഇവയെല്ലാം തിരുത്താൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. EMSന്റെ ലോകം ദേശീയ സെമിനാർ മലപ്പുറത്ത് അരീക്കോടായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളെ നടന്നത്. അതിലൊരു ഓപ്പൺ ഫോറത്തിലാണ് അദ്ദേഹം, അതായത് ഈ ഓപ്പൺ ഫോറത്തിൽ ജനങ്ങളുടെ ചോദ്യം, അതായത് അവിടെ ആ സെമിനാറിൽ പങ്കെടുത്ത ഓരോരുത്തരും നൽകിയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായാണ് അദ്ദേഹം ഇതിന് മറുപടി പറയുന്നത്. സാധാരണ CPMന്റെ എല്ലാം ഔദ്യോഗിക സംവിധാനത്തിൽ മാത്രമാണ് ഇത്തരം മറുപടികളും അവരുടെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളൊക്കെ വരാറുള്ളത്. പക്ഷേ ഇതൊരു സെമിനാറിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം വന്നിരിക്കുന്നത് ഏറെ പ്രത്യേകതയുമുണ്ട്. ബോധ്യത്തിലെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. അതുകൂടി അവർ തിരിച്ചറിയുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.